Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്.കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്വിങ്ങിനുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. കൂടാതെ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോകാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള റീസൺ ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്. കൂടാതെ നമ്മുടെ ബ്രന്റ് ഓയിലിൻ്റെ ഒക്കെ വില വീണ്ടും ചെറുതായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് ഒന്ന് നല്ലൊരു പോസിറ്റീവോട്ട് വന്നെങ്കിലും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില പതുക്കെ കയറി വരുമ്പോൾ വീണ്ടും നിഫ്റ്റി പതുക്കെ താഴത്തോട്ട് ക്ലോസിംഗ് ആണ് വന്നത്. പക്ഷേ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ് ക്ലോസ് ചെയ്ത്. മിഡ് ക്യാപ്പ് നിന്ന് ഓൾ ടൈം ഹൈ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു റേഞ്ച് തന്നെയാണ്. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കറക്റ്റായിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ റേഞ്ച് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എക്സാക്ട്ലി ആ റേഞ്ചിൽ തന്നെയാണ് സെല്ലിങ് വന്നത്. താഴെ ക്ലോസ് ചെയ്തു. നമുക്ക് ഈ റേഞ്ചിൽ തന്നെ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഉണ്ട് ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒരു നാളെ തന്നെ കയറുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം US മാർക്കറ്റൊക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത് വരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ബ്ലൂ ലൈനാണ്. 24,500 ആ റേഞ്ചാണ് ഇപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് എന്നൊരു ഗ്രീനിൽ ക്ലോസ് ചെയ്തെങ്കിലും ആ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ളതല്ല. നമുക്ക് ഉണ്ടാകും ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ഒരു ഹയർ ലെവലിൽ നിന്നാണ് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഇന്നലത്തെ പോലത്തെ ക്യാൻഡിലല്ല. അത് ഇവിടുന്ന് തന്നെ മേലെ നിന്ന് നാളെ ചെറിയൊരു ഗ്യാപ്പ് വന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് കയറില്ല എന്നല്ല, ആ ക്യാൻഡിൽ അങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം മാർക്കറ്റ് ഹൈ ലെവലിൽ പോയി അവിടെ നല്ലൊരു സെല്ലിങ് വന്ന് ക്ലോസ് ചെയ്ത് ഏകദേശം 50യുടെ താഴെയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ക്യാൻഡിൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് അവൻറ്റൽ എന്നാണ്. അവൻറ്റൽ ലിമിറ്റഡ് 176.83 രൂപയിൽ ട്രേഡ് ചെയ്യുന്നത്. ഒരു 3% അടുത്തുനിന്ന് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ്. കാരണം സ്റ്റോക്ക് കുറച്ച് നാൾ താഴത്തോട്ട് നല്ല രീതിയിൽ പോയൊരു സ്റ്റോക്ക്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈയിൽ നിന്നിട്ട് ഏകദേശം ഒരു 45% ഒക്കെ അടുത്തൊരു ഫോൾ വന്നിട്ടുണ്ട് സ്റ്റോക്ക്. പിന്നെ അവിടെ നല്ല രീതിയിൽ റിക്കവറായി വരുന്നൊരു സ്റ്റോക്കാണ്. കൂടാതെ റിസൾട്ടൊക്കെ ഓൾറെഡി വന്നൊരു സ്റ്റോക്കാണ് തോന്നുന്നത്. ഇത് കാണിക്കുമ്പോൾ അതെ ഫെബ്രുവരി വന്നിട്ടുള്ള പോലെയാണ് കാണിക്കുന്നത്, March 26. അത് ഒന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ക്രീനിലൊക്കെ പോയിട്ട് വരുന്ന റിസൾട്ടുകൾ ചെക്ക് ചെയ്യുക. കൂടാണ്ട് ഈ സ്റ്റോക്കിൻ്റെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഏകദേശം നല്ലൊരു ക്ലോസിങ് കിട്ടിയതാണ്. ഇന്നാണെങ്കിലും ആ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ പോലെ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻട്രി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ട് ഇവിടുന്ന് ടെസ്റ്റ് എന്നിട്ട് മേലെ കയറുമ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എൻട്രി എടുക്കാം. നമുക്കിതിൻ്റെ എൻട്രിയും അതുപോലെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ എല്ലാ ദിവസവും പറയുമ്പോൾ തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ഗ്രൂപ്പാണ്, പബ്ലിക് ഗ്രൂപ്പും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് കൂടുതലായിട്ട് നമ്മൾ പറയുന്ന സ്റ്റോക്കുകളുടെ ഡൗട്ടുകൾ കൂടുതലായിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ ചില സമയങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് നമ്മൾ ഇപ്പോൾ ഇതേപോലെ യൂട്യൂബിലൊക്കെ പറയുന്ന സ്റ്റോക്കുകളുടെ ഡൗട്ടുകളും എൻട്രി എടുക്കാൻ അറിയാത്തവർക്ക് അതുപോലെ ടാർഗറ്റ് ഒന്നും വയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.